ഹായ് കൂട്ടുകാരെ, ഈ മെയ് മാസത്തിൽ ഒരു വിവാഹ വാർഷികം, 2 ബർത്ത്ഡേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് പിറന്നാൾ ആഘോഷം രണ്ടുപേരത് ഒരുമിച്ച് അങ്ങ് നടത്തിയിടാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. കാരണം ഇവരെയൊക്കെ ഒരുമിച്ച് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്, ഓരോ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ ആദ്യം എൻ്റെ പ്രിയതമൻ്റെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മോൻ്റെ. അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ മനസ്സിന് വലിയ സന്തോഷം. ഇങ്ങനെയുള്ള അപൂർവ നിമിഷങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ ഓർമ്മിക്കാനും ഓർത്തു വയ്ക്കാനും ഉള്ള നിമിഷങ്ങൾ. കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്ന അവസരങ്ങൾ, പറ്റുന്ന അവസരങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ നോക്കണം. അങ്ങനെ ഇന്നലെ മഴയൊക്കെ ആയിരുന്നു, എങ്കിലും എല്ലാവർക്കും ഒത്തുകൂടാനായിട്ട് പറ്റി. വളരെ ഹാപ്പിയായി മനസ്സ്. ഇതാണ് എൻ്റെ മോൻ. അങ്ങനെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ മോളുണ്ട്, മരുമോളുണ്ട്, പിന്നെ കൊച്ചുമോളുണ്ട്, എല്ലാവരും ഉണ്ട്, കൊച്ചുമക്കളെല്ലാവരും ഉണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. അങ്ങനെ അവരോട് പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ ഒരു ആഘോഷം ഞാൻ സംഘടിപ്പിക്കുകയാണെന്ന്. അച്ഛൻ്റെ അടുത്തും മോൻ്റെ അടുത്തും പറഞ്ഞില്ല. ഞാൻ രഹസ്യമായിട്ട് വെച്ചിരുന്നു. അവരെല്ലാവരും വന്നതിന് ശേഷമായിരുന്നു ഇതിൻ്റെ തുടക്കം കുറിച്ചത്. അതാണ് അവരൊക്കെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഇതെന്താണ് സംഭവം എന്ന്. അങ്ങനെ എന്തായാലും വലിയ സന്തോഷമായി. അപ്പം ഇതാണ് എൻ്റെ ഫാമിലി. അപ്പം എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ദീർഘായുസ്സും ആരോഗ്യവും എൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം കൊടുക്കട്ടെ. ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. ഈ സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ എല്ലാവർക്കും പിന്നെ എന്താണ് പറയേണ്ടത്, ഭഗവാൻ കൂടെ ഉണ്ടാകട്ടെ എപ്പോഴും എപ്പോഴും എപ്പോഴും. ഹരേ 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 കൃഷ്ണ.